CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും സമരങ്ങളും വെറും പാഴ്വേലകളാണെന്നും അദ്ദേഹം പറഞ്ഞു. മങ്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുണ്ടൂർ തൂതപാതയിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട് പാലുമായി വന്ന ലോറി മതിലിടിച്ചു. കുഞ്ചപ്പാടത്താണ് അപകടം നടന്നത്. ആളപായമില്ല. ഗജവീരൻ മംഗലാംകുന്ന് ഗണേശൻ ചരിഞ്ഞു. 57 വയസ്സായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റോഡിലൂടെ കൊണ്ടുപോകുന്നതിനിടെ ആന കുഴഞ്ഞു വീണിരുന്നു. മൃതദേഹം വാളയാർക്കാട്ടിൽ സംസ്കരിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും സമരങ്ങളും വെറും പാഴ്വേലകളാണെന്നും അദ്ദേഹം പറഞ്ഞു. മങ്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മങ്കട മണ്ഡലത്തിലെ എല്ലാ കോൺഗ്രസുകാർക്കും കൂടി ഒരു വീടുണ്ടാകുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ സന്തോഷമാണ്. മനോഹരമായ ഒരു ഓഫീസ് മന്ദിരം നമുക്ക് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിക്കൂടെ ഉണ്ടായിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ആഹ്ലാദിക്കുന്നു. മങ്കട ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്ഥലമാണ്. ഒറ്റപ്പാലത്തിൻ്റെയും പെരിന്തൽമണ്ണയുടെയും എല്ലാം ഒരു സാഹിത്യവാസനയും ഭാഷയുടെ പ്രത്യേകതയും സാംസ്കാരികമായ തനിമയും എല്ലാം ഒത്തിണങ്ങുന്ന, എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള പ്രത്യേകത കൂടിയുള്ള സ്ഥലമാണ് മങ്കട. ആ മങ്കടയിൽ നമുക്കൊരു എല്ലാവരും ചേർന്ന് കഷ്ടപ്പെട്ട് നമുക്കൊരു ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും, എൻ്റെയും നിങ്ങളുടെയും ഒന്നാമത്തെ കാര്യം നമ്മുടെ സംഘടനയായിരുന്നു. നമ്മുടെ സ്വന്തം മാതാവിനെ പോലെ നമ്മുടെ സംഘടനയെ സ്നേഹിക്കണം. ആ സംഘടനയാണ് നമ്മളെ വഴി നടത്തുന്നത്, വഴിയിൽ നമുക്ക് വെളിച്ചമുണ്ടാകുന്നത്. ആ സംഘടന ഈ രീതിയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത എത്രയോ വലിയ മനുഷ്യരുണ്ട്. എത്രയോ വലിയ നേതാക്കന്മാരുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. NIA റെയ്ഡും സോഷ്യൽ മീഡിയയിൽ മെറ്റായുമായുള്ള പ്രശ്നങ്ങളും ഒന്നും സർക്കാരോ താനോ വഴി വന്നതല്ലെന്നും ഇവയൊക്കെ കേവലം ആരോപണങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AICC ട്രെയിനിംഗ് കോർഡിനേറ്റർ സമദ് മങ്കട അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA മാരായ ആര്യാടൻ ഷൌക്കത്ത്, VS ജോയ്, KP നൌഷാദ് അലി, KPCC ജനറൽ സെക്രട്ടറിമാരായ PT അജയ് മോഹൻ, V ബാബുരാജ്, UDF ജില്ലാ ചെയർമാൻ KP അബ്ദുൽ മജീദ്, BA കരീം, DCC സെക്രട്ടറി TK ശശീന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് സമദ് കൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. ഗജവീരൻ മംഗലാംകുന്ന് ഗണേശൻ ചരിഞ്ഞു. 57 വയസ്സായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റോഡിലൂടെ കൊണ്ടുപോകുന്നതിനിടെ ആന കുഴഞ്ഞു വീണിരുന്നു. മൃതദേഹം വാളയാർക്കാട്ടിൽ സംസ്കരിച്ചു. ശനിയാഴ്ച രാവിലെ 7 മണിയോടെ മംഗലാംകുന്നിലെ ആനത്തറയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റോഡിലൂടെ കൊണ്ടുപോകുന്നതിനിടെ ആന പെട്ടെന്ന് കുഴഞ്ഞു വീണിരുന്നു. തുടർന്ന് ആനത്തറയിലെത്തിച്ച് ചികിത്സ നൽകി വരികയായിരുന്നു. മംഗലാംകുന്ന് ആനത്തറവാട്ടിലെ അറിയപ്പെടുന്ന നാട്ടാനയാണ് ഗണേശൻ. കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രധാന ഉത്സവങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ഗണേശൻ. ഗണേശന്റെ വിയോഗത്തോടെ മംഗലാംകുന്ന് ബ്രദേഴ്സിന്റെ ഉടമസ്ഥതയിൽ ഇപ്പോൾ മുകുന്ദൻ, ഉമാമഹേശ്വരൻ, ശരൺ അയ്യപ്പൻ എന്നീ 3 ആനകളാണ് അവശേഷിക്കുന്നത്. മൃതദേഹം വാളയാർക്കാട്ടിൽ സംസ്കരിച്ചു. Gracias.
CCN കടമ്പഴിപ്പുറം. മുണ്ടൂർ തൂതപാതയിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട പാലുമായി വന്ന ലോറി മതിലിടിച്ച് നിന്നു. പുഞ്ചപ്പാടത്താണ് അപകടം നടന്നത്. ആളപായമില്ല. മുണ്ടൂർ തൂതപാതയിൽ പുഞ്ചപ്പാടത്താണ് തിരുപ്പതിയിൽ നിന്നും പാൽ കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം നടന്നത്. അപകട സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും എതിർദിശയിൽ വരാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി. കഴിഞ്ഞ ദിവസം തിരുവാഴിയോട് ഇറക്കത്തിലും ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞിരുന്നു. CCN കടമ്പഴിപ്പുറം. ആരോഗ്യം നിലനിർത്താം സൈക്ലിങ്ങിലൂടെ. പയ്യോളി സൈക്കിൾസ് കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പയ്യോളി സൈക്കിൾസ് കടമ്പഴിപ്പുറം മെയിൻ റോഡിൽ സൂര്യ കല്യാണ മണ്ഡപത്തിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചത്. സൈക്കിളുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും EMI എക്സ്ചേഞ്ച് സൗകര്യത്തോടെയും ഇവിടെ നിന്ന് സ്വന്തമാക്കാം. പയ്യോളി സൈക്കിൾസ് തുടങ്ങിയിരിക്കുന്ന ഈ പ്രദേശം ഒരു തികഞ്ഞ നാട്ടിൻപുറത്താണ്. അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ് എന്ന ഒരു ബോധത്തിൽ നിന്നായിരിക്കണം പയ്യോളി സൈക്കിൾസ് ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ടായത്. അത് വളരെ നല്ല കളക്ഷനാണ് ഈ ഷോപ്പിലുള്ളത്. മാനേജ്മെന്റ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യോളി സൈക്കിൾസിനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഏറെ സന്തോഷവും സ്നേഹവും ഈ അവസരത്തിൽ അറിയുകയാണ്. അപ്പോൾ ഇനാഗ്രേഷൻ നടന്നിരിക്കുകയാണ്. നമ്മുടെ പ്രേംകുമാർ സർ റിബൺ കട്ട് ചെയ്തുകൊണ്ട് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഷോറൂം വിസിറ്റ് ചെയ്ത ശേഷം യുവത്വം സ്വന്തം നാട്ടിൽ ഇത്തരത്തിൽ സംരംഭങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകുന്നത് നാടിന് മാതൃകയാണെന്ന് MLA പറഞ്ഞു. ഇന്ന് ഇവിടെ പയ്യോളി സൈക്കിൾസിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ കടമ്പഴിപ്പുറം എന്ന നമ്മുടെ ഈ കൊച്ചു പട്ടണം പല നിലയിൽ നാട്ടിലെ ജനങ്ങൾക്ക് മികച്ച സേവനങ്ങളും സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു നാടായി മാറുകയാണ്. അതിൽ പയ്യോളി സൈക്കിൾസിനും അഭിമാനകരമായ പങ്ക് വഹിക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. 4 ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ യുവത്വം, ചെറുപ്പം
നമ്മുടെ നാടിൻ്റെ തന്നെ ഭാഗമായി ഇവിടെ തന്നെ നിന്നുകൊണ്ട് വ്യത്യസ്തമാർന്ന ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ തയ്യാറാകുന്നു എന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇവിടെ 4 ചെറുപ്പക്കാരുടെ ഒരു സംരംഭം പയ്യോളി സൈക്കിൾസ് എന്ന പേരിൽ ഇന്ന് ഈ നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക്, ഇവിടെ വരുന്ന ഗുണഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകാനും നല്ല വിശ്വാസ്യതയുള്ള സ്ഥാപനമായിട്ട് മാറാനും പയ്യോളി സൈക്കിൾസിന് സാധിക്കട്ടെ എന്ന് MLA എന്ന നിലയിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന, പാലക്കാട് ഫോർട്ട് പെഡലേഴ്സ് സെക്രട്ടറി K ജയറാം, KVVS കടമ്പഴിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ശശികുമാർ, വാർഡ് മെമ്പർമാരായ അനീഷ്, രജിത സുരേഷ് എന്നിവരും പാർട്ട്ണർമാരായ ദിലീപ് കുമാർ, രാജു തുടങ്ങിയവരും കുടുംബാംഗങ്ങളും മാനേജ്മെന്റ് സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രീമിയം സൈക്കിളുകൾ, കിഡ്സ് സൈക്കിളുകൾ, MTB ആൻഡ് ഹൈബ്രിഡ് സൈക്കിളുകൾ, ഇലക്ട്രിക് സൈക്കിളുകൾ, ഇലക്ട്രിക് കളിപ്പാട്ടങ്ങൾ, ഗിഫ്റ്റുകൾ, സേഫ്റ്റി ഗിയറുകൾ, അനുബന്ധ സാമഗ്രികൾ എന്നിവയുടെ വൻ ശേഖരവും വിദഗ്ധമായ സർവീസും പിന്തുണയും ഫിനാൻസിംഗ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഇവിടെ നിന്ന് വാങ്ങുന്ന സൈക്കിളുകൾക്ക് ആജീവനാന്ത ഫ്രീ സർവീസും നൽകും. നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈക്ലിങ്ങിന് ഒരു അമിത പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ലാഭം ഉണ്ടാക്കുക എന്നതിലുപരി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് കുട്ടികളിലേക്ക് കുറഞ്ഞ വിലയിൽ സൈക്കിളുകൾ എത്തിക്കുക, അതും ലോണ് എല്ലാവർക്കും വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും ലോണിൽ, അതായത് 1 രൂപയ്ക്ക് ഒരു സൈക്കിൾ സ്വന്തമാക്കാവുന്ന തവണ വ്യവസ്ഥയിൽ ഞങ്ങൾ സൈക്കിൾ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ സൈക്കിൾ എക്സ്ചേഞ്ച് വഴി നിങ്ങൾക്ക് വേറെ പുതിയ സൈക്കിളുകൾ സ്വന്തമാക്കാം. ഇതൊക്കെയാണ് പയ്യോളി സൈക്കിൾസ് ഇവിടെ കടമ്പഴിപ്പുറത്ത് വിഭാവനം ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പലതരം ബ്രാൻഡുകൾ, വലിയ വലിയ കമ്പനികളുടെ ഡീലർഷിപ്പൊക്കെ ഉള്ളതാണ് പയ്യോളി സൈക്കിൾസിന്. അതിലൂടെ മിതമായ നിരക്കിൽ, വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങളിലേക്ക് സൈക്കിൾ എത്തിക്കുന്നതാണ്. എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. CCN ചെറുപ്പുളശ്ശേരി. കേരള ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് കാഴ്ച പരിമിതർക്കായി ജില്ലാതല കലാമത്സരങ്ങളും കുടുംബ സംഗമവും സംഘടിപ്പിക്കുന്നു. 23-ന് അങ്ങാടിപ്പുറം നാരായണമേനോൻ ഓഡിറ്റോറിയത്തിലാണ് മത്സരങ്ങളും അനുബന്ധ പരിപാടികളും നടക്കുന്നത്. കാഴ്ചയില്ലാത്തവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടി 1967 മുതൽ രൂപീകൃതമായ ജനാധിപത്യ സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. ഈ സംഘടനയ്ക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ യൂണിറ്റുകളും ഫോറങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പരിപാടികൾ നടത്തുമ്പോൾ നല്ലവരായ സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും അത് രാഷ്ട്രീയ മത സംഘടനകളുടെയും സഹകരണത്തോടുകൂടിയും സഹായത്തോടുകൂടിയും ആണ് നടക്കുന്നത്. അത്തരത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന, ഭിന്നശേഷിക്കാരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇവർ പറഞ്ഞു, പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി അങ്ങാടിപ്പുറത്ത് വെച്ച് നടത്തുന്ന കലാ മത്സരങ്ങളും പൊതുസമ്മേളനവും, ഇത് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കാഴ്ച പരിമിതരെ പറ്റി സമൂഹത്തെ ബോധവൽക്കരിക്കുകയും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളെ പറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും, എന്നാൽ കാഴ്ചയില്ലാത്തവർക്കും മറ്റുള്ളവരെ പോലെ സമൂഹത്തിൽ ജീവിക്കുവാൻ അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയും പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200-ലധികം കാഴ്ച പരിമിതരും അവരുടെ കുടുംബാംഗങ്ങളും കുടുംബ സംഗമത്തിൽ സംബന്ധിക്കും. സാംസ്കാരിക സമ്മേളനം
വിവിധ കലാകായിക മത്സരങ്ങൾ, ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാഴ്ച പരിമിതർ നേരിടുന്ന വിവിധ ആനുകൂല്യങ്ങളും അവകാശ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം സുധീർ, പെരിന്തൽമണ്ണ താലൂക്ക് പ്രസിഡന്റ് ജയപാലൻ, സെക്രട്ടറി സൈഫുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 38ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ആനിവേഴ്സറി മെഗാ ഓഫർ സെയിൽ. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ഈ മെഗാ ഓഫർ ഫെസ്റ്റ് നടക്കുന്നത്. സ്വർണ്ണ വിപണന രംഗത്ത് 38 വർഷം പിന്നിടുന്ന പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 38ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ആനിവേഴ്സറി മെഗാ ഓഫർ സെയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ആനിവേഴ്സറി മെഗാ ഓഫർ സെയിൽ നടക്കുക. മെഗാ ഓഫർ സെയിലിന്റെ ഭാഗമായി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഓരോ ഗോൾഡ് കോയിൻ സമ്മാനമായും പണിക്കൂലിയിൽ 50% മുതൽ 70% വരെ കിഴിവും, പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 400 രൂപ അധിക മൂല്യവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 30% പണിക്കൂലിയിൽ കിഴിവും ഉപഭോക്താക്കൾക്കായി ഓഫർ കാലാവധിയിൽ നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ദിവസേന നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളും ആനിവേഴ്സറി മെഗാ ഓഫറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. 1001 പേർക്ക് സമ്മാനങ്ങളുമായി ഓണത്തെ വരവേൽക്കാൻ സാമ്യ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പ്. സാമ്യ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിന്റെ മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, പട്ടാമ്പി, അലനല്ലൂർ എന്നീ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കാണ് ഈ സുവർണാവസരം ലഭ്യമാക്കുക. ഫാഷൻ വസ്ത്ര വിപണന രംഗത്ത് ദീർഘകാലത്തെ സേവന പാരമ്പര്യമുള്ള സാമ്യ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പ് ഈ വർഷത്തെ ഓണം വിപുലമായ സമ്മാന പദ്ധതികളോടെയാണ് വരവേൽക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി 1001 പേർക്കാണ് സ്ഥാപനം ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സാമ്യ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിന്റെ മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, പട്ടാമ്പി, അലനല്ലൂർ എന്നീ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കാണ് ഈ സുവർണാവസരം ലഭ്യമാകുക. ഈ ഷോറൂമുകളിൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, സൈക്കിൾ തുടങ്ങി നിരവധി ഗൃഹോപകരണങ്ങൾ ഓണസമ്മാനമായി സ്വന്തമാക്കാൻ അവസരമുണ്ടാകും. മെഗാ സമ്മാനങ്ങൾക്ക് പുറമെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ 1000 ഭാഗ്യശാലികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവത്തോടൊപ്പം ഒട്ടേറെ സമ്മാനങ്ങളും ഉറപ്പു നൽകിയാണ് സാമ്യ ടെക്സ്റ്റൈൽസ് ഇത്തവണ ഓണക്കാലം ആഘോഷമാക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും സമരങ്ങളും വെറും പാഴ്വേലകളാണെന്നും അദ്ദേഹം പറഞ്ഞു. മങ്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുണ്ടൂർ തൂതപാതയിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട് പാലുമായി വന്ന ലോറി മതിലിടിച്ചു. കുഞ്ചപ്പാടത്താണ് അപകടം നടന്നത്. ആളപായമില്ല. ഗജവീരൻ മംഗലാംകുന്ന് ഗണേശൻ ചരിഞ്ഞു. 57 വയസ്സായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റോഡിലൂടെ കൊണ്ടുപോകുന്നതിനിടെ ആന കുഴഞ്ഞു വീണിരുന്നു. മൃതദേഹം വാളയാർക്കാട്ടിൽ സംസ്കരിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.